പുഷ്പ 2 സിനിമ കണ്ട ശേഷമുള്ള എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഈ ഒരു സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് 2 പേരുടെ മൂവി റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ പോയത്. ഒന്ന് ഷസാമിൻ്റെ, രണ്ടാമത് സീക്രട്ട് ഏജൻറ്റിൻ്റെ. സോ ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് ഒരിക്കലും ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കാൻ പാടില്ല എന്നത് എൻ്റെ ഇന്നത്തെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി. സോ ആ 2 റിവ്യൂവിലും ഷസാം ആണെങ്കിലും സീക്രട്ട് ഏജൻറ്റ് ആണെങ്കിലും പറഞ്ഞിരിക്കുന്നത് ഭയങ്കര മോശം അഭിപ്രായമായിട്ടാണ്. അതായത് ഇതൊരു സിനിമയാണോ, എന്തിനാണ് നിങ്ങൾ ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ എന്താണ് ഈ കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിച്ച് കീറിയിട്ടുണ്ട്. സംഭവം അവരുടെ അഭിപ്രായമാണ്, അതിന് നമ്മൾ മാനിക്കണം. പൈസ കൊടുത്ത് സിനിമ കണ്ട ആളുകൾക്ക് അഭിപ്രായം പറയാം. ഞാൻ പറയുന്നത് പോലെ തന്നെ അവർ പറയുന്ന ചില കാര്യങ്ങൾ ആ സിനിമയിൽ മോശം ഭാഗമുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളുടെ പൈസ നഷ്ടപ്പെടുമോ, അങ്ങനെയൊന്നുമില്ല. എൻ്റർടൈനറാണ്, ഒരു തവണ നമുക്ക് കാണാം. യാതൊരു കുഴപ്പമില്ലാത്തൊരു സിനിമയാണ് പുഷ്പ 2. ഇനി എൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ ആദ്യം മുതൽ തന്നെ പറഞ്ഞു വരാട്ടാ. ആദ്യം ഒരു ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്, ഒരു കണ്ടെയ്നറിൻ്റെ കട വെച്ചിട്ട്. അങ്ങനെ ഒരു ഫൈറ്റ് സീനിൻ്റെ ആവശ്യമില്ല ഈ സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ. കാരണം ആ ഒരു സീനും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന സീനുമായിട്ട് കാര്യമായിട്ടുള്ള ബന്ധമൊന്നും തന്നെ ഇല്ല. ഇങ്ങേരുടെ ഒരു പവർഫുൾ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച ഒരു അഡീഷണൽ സീനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ഈ സിനിമയുടെ ബാക്കിയുള്ള ഭാഗങ്ങളായിട്ട് യാതൊരു മാച്ചിങ്ങും ഇല്ല. അതിനുശേഷം സിനിമ യഥാർത്ഥ കഥയിലേക്ക് വരുന്നു. അതായത് ഫഹദ് ഫാസിലിൻ്റെ ഇൻട്രോ, പിന്നെ ശ്രീവല്ലി ഭാര്യയുമായിട്ടുള്ള ഓരോരോ ഇമോഷൻ സീനുകൾ, അതിനെ ചൊല്ലിയിട്ട് ഓരോരോ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതായത് ഇപ്പോൾ പുഷ്പ പഴയ പുഷ്പയല്ല, വലിയ വേറെ റേഞ്ചിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ സീനുകളൊക്കെ യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് കണ്ടിരിക്കാം. അതായത് ഇൻ്റർവെല്ല് വരെ യാതൊരു കുഴപ്പമില്ലാതെ സിനിമ പിന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് ലാഗിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, കാണാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊന്നും നമുക്കില്ല. ഇപ്പോൾ പുഷ്പ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ടായിരുന്നു. ഇതിൽ അങ്ങനെ എടുത്ത് പറയത്തക്ക പാട്ടുകളൊന്നും ഇല്ലെങ്കിലും ഈ പറയുന്ന ഇൻ്റർവെല് വരെ, ഫസ്റ്റത്തെ ആ ഒരു ഫൈറ്റ് സീൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇൻ്റർവെല് വരെ യാതൊരു കുഴപ്പമില്ലാതെ തന്നെയാണ് സിനിമ പോകുന്നത്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാണ്. അതായത് ഒട്ടും ഓവർ ആക്കിയിട്ടില്ല, എന്നാൽ ഒട്ടും മോശമല്ല. ഒരു മീഡിയം ലെവലിൽ പിടിച്ച് നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇൻ്റർവെല് വരെ കുഴപ്പമില്ലാതെ പോയ സിനിമ ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് പാസം, അതായത് കൂടുതൽ പാസം കയറി വരുന്നുണ്ട്. അതായത് ചെറിയച്ചൻ പാസം, ചെറിയച്ച എന്ന് പറഞ്ഞിട്ട് കുറച്ച് പാസം കയറി വരുന്നുണ്ട്. ഈ ഒരു പാസം കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം പാസം ഉള്ളതല്ലേ, മനുഷ്യന്മാരല്ലേ, അപ്പോൾ വിഷമവും ഒരു സ്നേഹവും സെൻറ്റിമെൻറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കാണുന്ന ആളുകൾക്ക് കണക്റ്റായിട്ട് കിട്ടില്ല. അതായത് നമ്മൾക്കിത് കറക്റ്റായിട്ട് കൺവിൻസ് ആവില്ല ഈ ഒരു പാസം. സിനിമ വളരെ സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇതുപോലുള്ള പാസം ഇടയിൽ കയറി വരും. ആ ഒരു പാസം കഴിഞ്ഞിട്ട് സിനിമ വീണ്ടും വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ പാസം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കൊടൂര വില്ലൻ എന്ന രീതിയിലാണ് ഫസ്റ്റ് പാർട്ടിൽ ഫഹദ് ഫാസിലിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിലേക്ക് വരുന്ന സമയത്ത് ചില ഭാഗങ്ങളിലെല്ലാം തന്നെ ഒരു കോമഡി പീസിനെ പോലെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. ഇയാൾ വളരെ ക്രൂരമായിട്ടൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിലും ചില സമയത്ത് പുഷ്പയുടെ ഒരു എന്താ പറയുക, ഒരു 7 അയലത്ത് പോലും വരാത്ത ഒരു വില്ലനായിട്ട് മാറുന്നുണ്ട് ഇതിൽ ഫഹദിന് കുറച്ചുകൂടെ മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അത് ചില ക്ലീഷേ അല്ല, ചില കോമഡികളും കാര്യങ്ങളൊക്കെ ഫഹദിൻ്റെ ഇടയിൽ കയറി പ്ലേസ് ചെയ്തിട്ടുണ്ട്. വളരെ ദേഷ്യം വരുന്ന സിറ്റുവേഷനിലൊക്കെ ഒരു കോമഡി പറയുന്ന പോലെ. പക്ഷേ അത് ഈ സിനിമയ്ക്ക് യോജിക്കില്ല. ചില സീരിയസ് സിനിമകളിൽ ഇത് വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിലും പുഷ്പയിൽ അത് വർക്കൗട്ട് അല്ല. ബിക്കോസ് അത്രയും വലിയൊരു ക്രൂരനായിട്ടാണ് ഫഹദിനെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ കോമ്പിനേഷൻ സീൻസൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കോമഡിയാക്കി എടുത്തിരിക്കുന്നു. അതായത് ഫഹദിനെ നമ്മൾ ഉദ്ദേശിച്ച ഫഹദിനെ അല്ല ഇതിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഫഹദിനേക്കാളും കുറച്ച് ക്രൂരനായിട്ടുള്ള വില്ലന്മാർ അപ്പുറ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വരാനായിട്ട് ഒരു സ്പേസ് ഈ സിനിമ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫഹദിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫഹദിൻ്റെ ആ ഒരു ക്രൂരത മെല്ലെ ഒന്ന് കുറയ്ക്കുകയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ചതാണെന്ന് തോന്നുന്നു. ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് 2 പേരുടെ റിവ്യൂ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ 2 പേരും ഈ സിനിമയിലെ ഫൈറ്റ് സീൻസിനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. തരക്കേടില്ലാത്ത കുഴപ്പമില്ലാത്ത ഫൈറ്റ് സീൻസ് തന്നെയാണ്. നമ്മളങ്ങനെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. പിന്നെയും ചെറിയൊരു എന്തോ പോലെ എന്ന് തോന്നിക്കുന്നത് അല്ലു അർജുൻ ആ ഒരു പ്രത്യേകതരം വേഷത്തിൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സ്ത്രീകളെ പോലെയും അല്ലെങ്കിൽ ദൈവത്തിനെ പോലെ കോസ്റ്റ്യൂം ധരിച്ചിട്ട് വരുന്ന അതിലൊരു ഫൈറ്റ് സീൻ ഉണ്ട്. അത് മാത്രമാണ് നമുക്കൊന്ന് ലാഗ് അടുപ്പിക്കുന്നത്. ബാക്കിയൊന്നും യാതൊരു കുഴപ്പമില്ല. അടുത്തത് ശ്രീവല്ലി, രശ്മിയുടെ ആക്ടിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നാഷണൽ അവാർഡ് കിട്ടുമെന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഇതിൽ അവർ അത്രയ്ക്ക് പോരാ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ആക്ടിങ് ചിലപ്പോൾ ഗുഡായിരിക്കാം, പക്ഷേ അവർക്ക് കൊടുത്തിട്ടുള്ള ചില ഡയലോഗ്സ്, അവരുടെ ആ ഒരു അതിൽ ചെയ്ത രീതിയൊക്കെ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇതിലൊരു സെൻറ്റിമെൻറ്റ് സീനുണ്ട്. അതായത് നമ്മുടെ അല്ലു അർജുനെ കുറിച്ച് കുറച്ച് പൊക്കി പറയുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ഈ പുഷ്പയാണ് ഏറ്റവും വലുത് എന്നൊക്കെ പറയുന്ന കുറച്ച് ഇമോഷൻ സീനാണ്. ഈ സീനിൽ രശ്മിക ആക്ട് ചെയ്തിരിക്കുന്ന രീതി, അല്ലെങ്കിൽ അവർ ഡയലോഗ് പറഞ്ഞിരിക്കുന്ന രീതി എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇമോഷനായിട്ട് കണക്റ്റ് ആവേണ്ടതാണ്. പക്ഷേ ശരിക്കും അത് കോമഡിയാണ്. നമുക്കൊട്ടും കണക്റ്റ് ആവില്ല. അവരെന്താണ് ഈ പറയുന്നത്, എന്തിനാണ് ഇനി ഇങ്ങനെയൊക്കെ ആക്ഷൻ ഇടുന്നതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. അവരതിനുള്ളിൽ കരയുന്ന സമയത്ത് വെളിയിൽ കാണുന്ന വ്യൂവേഴ്സ് ശരിക്കും എന്തിനിപ്പോൾ കരയണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ആക്ടിങ്ങാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഡയലോഗ്സ് അതുപോലെ തന്നെ നമുക്ക് കണക്റ്റ് ആവില്ല. ചില സെൻറ്റിമെൻറ്റ് സീനുകൾ ഈ സിനിമയിലെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതാട്ടാ.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ചില സെൻറ്റിമെൻറ്റ്സ് മൂമെൻറ്റ്സ് ഒക്കെ നമ്മൾക്കത് കണക്റ്റ് ആവില്ല. അവരത് എന്തോ വലിയ സംഭവമാക്കി പറഞ്ഞ് അവരങ്ങനെ കരഞ്ഞ് മെഴുകുമ്പോൾ നമ്മൾ അതിൽ കരയേണ്ട കാര്യം ഉണ്ടായിരുന്നോ, അത്രയ്ക്ക് സെൻറ്റിമെൻറ്റ്സ് എടുക്കണോ ഇതിന് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ചില ഭാഗങ്ങൾ ഈ സിനിമയിലുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ 2 റിവ്യൂവേഴ്സും ഈ പറയുന്ന സെൻറ്റിമെൻറ്റ് സീൻസിനെ കുറിച്ചൊക്കെ അവരവരുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. സോ അവർ ആ പറഞ്ഞതിലൊക്കെ ഓക്കെയാണ് ശരിക്കും. ഈ സിനിമ കണ്ട ശേഷം എനിക്ക് മനസ്സിലായത്. പക്ഷേ സിനിമ ഒട്ടും കൊള്ളില്ല. ഇത് എന്തിനാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്, ഇതിന് സെക്കൻഡ് പാർട്ടിൻ്റെ ആവശ്യമേ ഇല്ല, എന്തിനാണ് നിങ്ങളിങ്ങനെ കാണിച്ചു കൂട്ടുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യം ഇതിലില്ല. ഒന്നാമത്തേത്, പുഷ്പ 1ഉം 2ഉമായിട്ട് ചില വില്ലന്മാരിൽ തമ്മിലുള്ള ബന്ധം അങ്ങനെയൊക്കെയുള്ള ചില കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് സെപ്പറേറ്റ് ഒരു സബ്ജക്റ്റാണ്. അതായത് ഒരു ഇഷ്യൂവിൽ ചെന്ന് ഒരു ഇഷ്യൂ മേക്ക് ചെയ്യുന്നു, ആ ഒരു ഇഷ്യൂവിനെയും കൊണ്ട് പിന്നെ മുന്നോട്ട് പോകുന്നു, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ്. സെക്കൻഡ് പാർട്ട് എന്നതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ഇത് കാണുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. കാരണം പുതിയൊരു പ്രൊജക്റ്റ് ഒരു പേര് കൊടുത്ത് പഴയ സിനിമയുടെ ഒരു പേര് സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കിയെന്ന് മാത്രം, അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി പറയേണ്ടത് പുഷ്പ 3 എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പുഷ്പ 3ൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നാണ്. പുഷ്പ 3ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഇതിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് പുഷ്പ 3 എടുക്കേണ്ട ആവശ്യമുണ്ടോ, എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള വില്ലന്മാരെ അവർ അപ്പുറത്തെ ഒരു സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ വില്ലന്മാരിൻ്റെ കൂടെ ഈ സെക്കൻഡ് പാർട്ടിൽ തന്നെ ഒരു കോമഡി പീസായിട്ട് എടുത്തു വെച്ച ഫഹദിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രം. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. ഒരു ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നൊരു സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഫഹദാണെന്ന് തോന്നുന്നു, ആ ഫഹദാണ് അങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ ആവശ്യകത ഉണ്ടോയെന്ന് അറിയില്ല. ഇനി വരാൻ പോകുന്ന കാര്യമല്ലേ, നമുക്ക് കണ്ടു തന്നെ അറിയണം. പുഷ്പ 2 കണ്ടിറങ്ങുന്ന സമയത്ത് ഒരു നോർമൽ ആസ്വാദകന്, അതായത് എന്നെ പോലെ ഒരുപാട് വലിയ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു നോർമൽ ആസ്വാദകന് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ വരാൻ പോകുന്നത്, ഒന്നാമത്തെ ഫസ്റ്റത്തെ ആ ഇൻട്രോയിൽ ആ ഫൈറ്റ് സീൻ, അത് നമുക്ക് ഒരിക്കലും കണക്റ്റ് ആവില്ല. രണ്ടാമത്തത് ഈ പറയുന്ന ചെറിയച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാസമുണ്ട്, അത് നമുക്ക് കണക്റ്റ് ആവില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ രശ്മികയുടെ ഒരു ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഒരു സെൻറ്റിമെൻറ്റ് സീനാണ് പിടിച്ചിരിക്കുന്നത്, പക്ഷേ അത് നമുക്ക് ഒരിക്കലും കണക്റ്റ് ആവില്ല. അവസാനം ഈ സിനിമയുടെ ക്ലൈമാക്സിൽ എല്ലാവരും ഒത്തുചേരുന്നതും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാവരുമായിട്ട് മിങ്കിളാവുന്നതൊക്കെ ഓക്കെ ഫൈൻ. പക്ഷേ ഇതല്ല. അതിനിടയിൽ കുറച്ച് അതായത് ക്ലൈമാക്സിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് ഇമോഷൻ സീൻസ് വരുന്നുണ്ട്. ആ ഇമോഷൻ സീൻസ് ഒന്നും കാണുന്ന ആർക്കും കണക്റ്റ് ആവില്ല. കാരണം അത് അവരെന്തോ ഒരു സംഭവമായിട്ട്, കാരണം ഇത്രയും ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ച പുഷ്പയുടെ മനസ്സിനെ വേദനിപ്പിച്ച ഒരുപാട് കാര്യങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കാണുന്ന വ്യൂവേഴ്സിന് കണക്റ്റ് ആവില്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സിനിമയിൽ വലിയൊരു അരോചകമായിട്ട് തോന്നും. എൻ്റെ ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര റേറ്റിംഗ് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ൽ നോക്കുകയാണെങ്കിൽ ഒരു 6 വരെ കൊടുക്കാം. യാതൊരു കുഴപ്പമില്ല, നിങ്ങളുടെ പൈസ നഷ്ടമാവുമൊന്നുമില്ല. കാരണം ഇതിൽ കാണാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് അങ്ങനെ മോശമായിട്ട് പറയാൻ, ഇപ്പോൾ മോശമായിട്ട് നമ്മൾ എല്ലാം മോശം രീതിയിൽ മാത്രമേ ചിന്തിക്കുകയുള്ളൂ, ഇതെന്തെങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇതെങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എല്ലാ സിനിമയിലും അങ്ങനെ നോക്കി കാണേണ്ടി വരും. കാരണം അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള സിനിമകൾ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ എന്ന് മാറ്റി വെക്കേണ്ടി വരും. സിനിമയ്ക്ക് കുറച്ച് പോരായ്മകൾ ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് ഈ സിനിമ ഭയങ്കര മോശമാണ്, ഇത് കാണാനേ പറ്റില്ല, ഇത് നമുക്ക് ഒരു എൻ്റർടൈനർ അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു എൻ്റർടൈനറാണ്, 1 ടൈം വാച്ചബിൾ ആണ്. ഇതാണ് എൻ്റെ അഭിപ്രായം.